ഒരു മന്ത് വരെ ആ ഓർഡർ അവിടെ കിടക്കും. അതായത് ഏതെങ്കിലും പ്രൈസിന് താഴെ വരുമ്പോൾ കിട്ടാനോ അല്ലെങ്കിൽ മേളിൽ പോകുമ്പോൾ സെല്ലാകാനോ നമുക്ക് അങ്ങനെ ഓർഡർ ഇട്ടേക്കാൻ പറ്റും. ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്ന മറ്റേതാണ്. ഞാൻ മാർക്കറ്റ് ഓർഡർ ഇട്ടിട്ട് ഡേ എന്നുള്ളത് കൊടുക്കും. പിന്നെ ബാക്കി നമ്മൾ സെലക്ട് ചെയ്യും, ക്വാണ്ടിറ്റി മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ട്രേഡ് എന്ന് കൊടുത്തു. ഡേയിൽ മാത്രം, അത് ഇന്നത്തെ ഡേയിൽ ആ പ്രൈസ് അത് എക്സിക്യൂട്ട് ആകാൻ വേണ്ടി ഇട്ടേക്കുന്നത്. അപ്പം ഓൺ മാർക്കറ്റ് പ്രൈസ് ആണ് എക്സിക്യൂട്ട്. സബ്മിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം നമ്മൾ സബ്മിറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അതിനകത്ത് നമ്മുടെ പേര് അവിടെ എഴുതും. പിന്നെ സിമ്പിൾ സാലിക്ക് ഡേറ്റ് ആൻഡ് ടൈം, പിന്നെ ആവറേജ് പ്രൈസ് 3.64 ആണ് ബൈ ചെയ്തേക്കുന്നത്. ആക്ഷൻ എക്സ്ചേഞ്ച് ബൈ ഫ്രം DFM. അന്നേരം തന്നെ ഒരു മെസ്സേജ് വരും നമ്മളിത് ചെയ്ത്. ഇങ്ങനെയാണ് നമ്മൾ ഇത് വാങ്ങിക്കേണ്ടത്. പുതിയൊരു പോർട്ട്ഫോളിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ചെറിയ സാലറി ഉള്ളവർക്കും ഒരു പോർട്ട്ഫോളിയോ ആവശ്യപ്പെട്ട് കുറെ മെസ്സേജ് നമുക്ക് വന്നു. അപ്പൊ അതിന്റെ ബേസിൽ ചെറിയ സാലറി ഉള്ളവർക്ക് ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്ന അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ട് വന്ന പോർട്ട്ഫോളിയോ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പോർട്ട്ഫോളിയോ അതിനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ UAE സ്റ്റോക്സ് ആണ് ആഡ് ചെയ്യുന്നത്.